വയനാട് പുനരധിവാസം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്രം വയനാടിന് പ്രത്യേകമായി ₹1 പോലും മുടക്കുന്നില്ല. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാ വർഷവും നിലവിലുള്ള സംസ്ഥാന ഫണ്ടിന്റെ തുക മാത്രമാണ്. ദേശീയ ഫണ്ടിൽ നിന്നും കേരളത്തിന് ഒന്നും അനുവദിച്ചിട്ടില്ല. ഫയർ സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കുന്ന ഒരു പതിവുണ്ട്. വയനാട്ടിൽ അതുപോലും വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വയനാടിനെ എന്തുകൊണ്ട് കേന്ദ്രം കൈയൊഴിഞ്ഞു? കർണാടകത്തിനും തമിഴ്നാട്ടിനും പോലും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈ വർഷം പണം അനുവദിച്ചതാണ്. ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ട ഒരു ദുരന്തം അവിടെയൊന്നും ഉണ്ടായിട്ടുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് 16 പദ്ധതികൾക്കാണ് വയനാടിന് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പുകളിൽ പൊതു ഓഫീസുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ 111 കോടി 32 ലക്ഷം രൂപ, 2 ടൗൺഷിപ്പുകളിലെയും റോഡുകൾക്കായി 87 കോടി 24 ലക്ഷം രൂപ, പുന്നപ്പുഴ നവീകരണത്തിന് 65 കോടി, ഫയർഫോഴ്സ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ 21 കോടി രൂപ, മുട്ടിൽ മേപ്പാടി റോഡ് നന്നാക്കാൻ 60 കോടി രൂപ, ചൂരൽമലയിൽ പാലത്തിന് 38 കോടി, വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണത്തിന് 12 കോടി രൂപ, ആശുപത്രി IP കെട്ടിടത്തിന് 15 കോടി, 110 kV സബ്സ്റ്റേഷൻ 13.5 കോടി, ഹെലിപാഡിനും അപ്രോച്ച് റോഡിനുമായി 9 കോടി. ഇങ്ങനെ 16 ഇനങ്ങൾക്കാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന തുക. ഈ പണം അനുവദിച്ചിരിക്കുന്നത് മൊത്തമായല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതായത് 2 ടൗൺഷിപ്പുകൾക്കുള്ള പദ്ധതിയാണ് സർക്കാർ സമർപ്പിച്ചത്. ഇപ്പോ രണ്ടാമത്തെ ടൗൺഷിപ്പ് വേണമോ എന്ന കാര്യത്തിൽ ഒരു സംശയം തുടരുന്നുണ്ട്. 2 ടൗൺഷിപ്പുകളിലെയും പൊതുമന്ദിരങ്ങൾ നിർമ്മിക്കാൻ 111 കോടിയും റോഡുകൾക്ക് 87 കോടിയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്ന് നടപ്പായില്ലെങ്കിൽ പകുതി തുക പാഴാകും. രണ്ടാമത്തെ ടൗൺഷിപ്പിന് ആവശ്യക്കാർ വന്നാൽ മാത്രം നിർമ്മാണം മതി എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഗുണഭോക്താക്കൾ പലരും ടൗൺഷിപ്പിന് പുറത്ത് സ്വന്തം നിലയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ താല്പര്യപ്പെടുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുള്ള കാരണം. 529 കോടി 50 ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് ഉത്തരവെങ്കിലും തുക വകമാറ്റാനോ അതല്ലെങ്കിൽ മറ്റു പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തുവാനോ സാധിക്കില്ല. തുക അനുവദിച്ച ഉത്തരവിൽ തന്നെ അത് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. 2ാം ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശങ്ക മൊത്തം തുക പകുതിയാക്കാൻ ഇടയാക്കും എന്നൊരു പ്രതിസന്ധിയുമുണ്ട്. അതികഠിനമാണ് ആ വ്യവസ്ഥകളെല്ലാം. സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന തുക നടപ്പാക്കുന്ന ഏജൻസികൾക്ക് 10 ദിവസത്തിനുള്ളിൽ നൽകണം. ഇല്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുമ്പോൾ നൽകുന്ന പലിശ ബാധകമായി വരും. സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് 8.5% പലിശയ്ക്കാണ് ഈ വായ്പ എടുക്കുന്നത്. 2ാമത്തെ വ്യവസ്ഥയാണ് ഏറ്റവും കഠിനം. മാർച്ച് 31-ന് മുൻപ് ഈ മുഴുവൻ തുകയും വിനിയോഗിക്കണം എന്നതാണ് ആ നിബന്ധന. വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളും 2 ടൗൺഷിപ്പുകളിലേക്കുള്ള റോഡുകളും പാലങ്ങളും സർക്കാർ ഓഫീസുകളും ഫയർ സ്റ്റേഷനുകളും ഒക്കെ നിർമ്മിക്കാൻ ഇനി ശേഷിക്കുന്നത് 10-20 ദിവസം മാത്രമാണ്. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തികൾക്കല്ലാതെ മറ്റെന്തിന് ഈ ഫണ്ട് ഉപയോഗിച്ചാലും തുക തിരിച്ചടയ്ക്കണം. മാർച്ച് 31-ന് മുൻപ് തുക വിനിയോഗിക്കുന്നത് അസാധ്യമാണെന്ന് കാണിച്ച് സംസ്ഥാന ധനവകുപ്പ് കത്തെഴുതി. 2026 ഫെബ്രുവരി മാസം 11 വരെ സമയം അനുവദിക്കണമെന്നാണ് ഈ കത്തിലെ ആവശ്യം. ആ കത്തിനോട് കേന്ദ്ര ധനമന്ത്രാലയമോ അല്ലെങ്കിൽ മറ്റു മന്ത്രാലയങ്ങളോ അനുകൂലമായോ പ്രതികൂലമായോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. വയനാട് പുനരധിവാസം സംസ്ഥാന സർക്കാർ വൈകിക്കുന്നു എന്നാരോപിച്ച് BJPയും ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF നേരത്തെ തന്നെ പ്രതിഷേധത്തിലാണ്. രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോഴാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഉണ്ടായ ദുരന്തത്തിന് വായ്പയല്ലാതെ മറ്റൊരു സഹായവും കേന്ദ്രം അനുവദിച്ചില്ല. ഇപ്പോ പ്രിയങ്ക ഗാന്ധിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. വയനാട് ദുരന്തം കാലാവസ്ഥാ മാറ്റത്തിന്റെ അനന്തരഫലമാണ്. കേന്ദ്രത്തിന് മാത്രമല്ല ആഗോള സമൂഹത്തിനും ഉത്തരവാദിത്തമുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. വയനാട് ജില്ലയിൽ ആകെ പെയ്ത മഴയുടെ അളവ് ശരാശരിയിലും താഴ്ന്നു നിന്ന സമയത്താണ് ആ ദുരന്തം. ആ സമയത്ത് കനത്ത മഴ പെയ്തത് ചൂരൽമലയിലും മുണ്ടക്കയിലും മാത്രമായിരുന്നു. സാധാരണ പെയ്യുന്നതിന്റെ 300 മടങ്ങ് അധിക മഴയാണ് രണ്ടിടത്തും പെയ്തത്. ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്നതാണ്.
ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ശക്തമായ മഴ പെയ്യുന്നത് അങ്ങനെയാണ്. വയനാടിനെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിനൊന്നും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും